നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ വീഡിയോയിൽ 2026 ജൂൺ 20 ശനിയാഴ്ച ദിവസത്തിൽ ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്നു എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. മാത്രമല്ല, ഏതൊക്കെ നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് എന്നും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ചെയ്യാവുന്ന പരിഹാര മാർഗങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം. ജ്യോതിഷപ്രകാരം ഓരോ ദിവസവും ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും ചന്ദ്രന്റെ സഞ്ചാരവും ചില നക്ഷത്രക്കാർക്ക് അനുകൂലതയും മറ്റു ചിലർക്ക് വെല്ലുവിളികളും സൃഷ്ടിക്കാറുണ്ട്. അതിനാൽ ഇന്നത്തെ ഫലങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായകരമാകും. ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിൽ ആദ്യത്തേത് ചോതി നക്ഷത്രമാണ്. ജൂൺ 20 ഏറ്റവും മികച്ച ഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് ചോതി. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും മുന്നോട്ട് നീങ്ങും. തൊഴിൽ രംഗത്ത് അംഗീകാരം വർദ്ധിക്കും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. സാമ്പത്തികമായി ചില നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. വ്യാപാരം നടത്തുന്നവർക്ക് പുതിയ കരാറുകൾ ലഭിക്കാനുള്ള സാധ്യത കൂടി കാണുന്നു. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകാം. കുടുംബാന്തരീക്ഷം സന്തോഷകരമാകും. ഏറെ നാളായി കാണാൻ ആഗ്രഹിച്ച വ്യക്തികളെ കാണാൻ അവസരം ലഭിക്കാം. ചെയ്യേണ്ട കാര്യങ്ങൾ: പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് നാളെ. സാമ്പത്തിക നിക്ഷേപങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. അതിന് അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തിയാൽ കൂടുതൽ സമാധാനം, കുടുംബത്തിൽ ഐക്യം എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. അത് നിങ്ങൾക്ക് അനുകൂലമായ ചില നേട്ടങ്ങൾ നേടിത്തരും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. നേതൃഗുണങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ചിലർക്ക് കുടിശ്ശികയായിട്ട് പോയിട്ടുള്ള പണം തിരികെ ലഭിക്കാം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ്. മത്സര പരീക്ഷകർക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് ഇന്ന് പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന നല്ലൊരു ദിവസമാണ്. അഭിമുഖങ്ങളിലും ചർച്ചകളിലും ഒക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ വലിയ വിജയം നേടിയെടുക്കാൻ നിങ്ങളെ സംബന്ധിച്ച് കഴിയും. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും ജൂൺ 20 നിങ്ങൾക്ക് കഴിയും. ഗുരുക്കന്മാരുടെ അനുഗ്രഹം തേടുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതിക്കാർക്ക് ഭാഗ്യാനുകൂല്യം കൂടുതലായിരിക്കുന്ന ഒരു ദിവസമാണ് ജൂൺ 20 സാമൂഹിക രംഗത്ത് അംഗീകാരം ലഭിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. ചിലർക്ക് വാഹനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ ലഭിക്കാം. നിങ്ങൾക്ക് ജൂൺ 20 ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പറയാം. ദാനധർമ്മങ്ങൾ നടത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. വിഷ്ണു ക്ഷേത്ര ദർശനം പറ്റുമെങ്കിൽ നടത്തുക. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു ദിവസമാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ചില നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളുണ്ട് നാളത്തെ ദിവസം. അത് ഏതൊക്കെ നക്ഷത്രം എന്നാണ് നോക്കുന്നത്. കാർത്തിക നക്ഷത്രമാണ് അതിലൊന്ന്. കാർത്തിക നക്ഷത്രക്കാർ നാളത്തെ ദിവസം സംസാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അറിയാതെ പറയുന്ന വാക്കുകൾ വലിയ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്ന ഒരു ദിവസമാണ്. കുടുംബാംഗങ്ങളുമായോ സഹപ്രവർത്തകരുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ആവേശപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക. മാത്രവുമല്ല, ആലോചിച്ച് വളരെ ചിന്തിച്ച് മാത്രം ചില കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ചില നമ്മുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിഹാര മാർഗങ്ങളുണ്ട്. അതിലൊന്ന് രാവിലെ സൂര്യ നമസ്കാരം നടത്തുക എന്നതാണ് ഈ നക്ഷത്രക്കാര്. പിന്നെ ആദിത്യ ഹൃദയം പാരായണം ചെയ്യുക. പശുവിന് ഭക്ഷണം നൽകാൻ കഴിയുമെങ്കിൽ ഭക്ഷണം നൽകുക. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ചില ദോഷഫലങ്ങളാണ് നാളത്തെ ദിവസമുള്ളത്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചില മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം. എന്തെങ്കിലും ചില കാര്യങ്ങളെ ആലോചിച്ച് വളരെയധികം വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം. ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിനെ അലട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്.
ജോലി സ്ഥലത്ത് അധിക ഉത്തരവാദിത്തങ്ങൾ വരാം. അതുമൂലം നിങ്ങൾക്ക് വലിയ മാനസിക സമ്മർദ്ദങ്ങൾ വരാനോ മേലധികാരികളിൽ നിന്ന് ചില കുത്തുവാക്കുകൾ കേൾക്കാനോ ഒക്കെ ഇടവരാം. അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്നൊക്കെ അങ്ങനെയുള്ള ചില കുത്തുവാക്കുകളോ അല്ലെങ്കിൽ പരിഹാസങ്ങളോ ഒക്കെ കേൾക്കേണ്ട അവസ്ഥ വന്നേക്കാം. പിന്നെ മറ്റൊന്ന്, ചില യാത്രകളൊക്കെ നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൂടുതൽ ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ദീർഘദൂര യാത്രകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി ശ്രമിക്കുക നാളത്തെ ദിവസം. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില പരിഹാര മാർഗങ്ങൾ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുക എന്നതാണ്. ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുക, ചുവന്ന പഴങ്ങൾ നിങ്ങൾ ആളുകൾക്ക് ദാനം ചെയ്യുക എന്നതും വളരെ ഗുണകരമാണ്. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ നാളത്തെ ദിവസം വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ വരാനുള്ള ഒരു സാധ്യത കാണുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഒന്നിലും കൊണ്ടുപോയി നാളത്തെ ദിവസം നിക്ഷേപം നടത്തരുത്. വലിയ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. സാമ്പത്തിക കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ദിവസമാണ്. ഒപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. വിശ്രമക്കുറവുണ്ടെങ്കിൽ അതൊക്കെ നികത്തുക, നന്നായിട്ട് ഉറങ്ങുക, വിശ്രമം കൊടുക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ അലസത പോലും ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നാളത്തെ ദിവസം. നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാം. അതിലൊന്ന് മഹാവിഷ്ണു നാമജപം നടത്തുക എന്നതാണ്. തുളസിക്ക് വെള്ളം ഒഴിക്കുക, ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് അന്നദാനം നടത്തുക എന്നതും വളരെ നല്ലതാണ്. മറ്റ് ഒരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയില്യം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ക്ഷമയോടെ മുന്നോട്ട് പോകേണ്ട ഒരു ദിവസമാണ്. മാനസിക അസ്വസ്ഥതകൾ, കുടുംബകാര്യങ്ങളിലെ ആശങ്കകൾ, ചെറിയ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എന്നിവയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് അനുഭവപ്പെടാം. അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ തീരുമാനങ്ങളൊക്കെ ആലോചിച്ചെടുക്കുക. ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്. ഒപ്പം തന്നെ മുൻകോപം നിയന്ത്രിക്കുക. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നാളത്തെ ദിവസത്തിന്റെ ദോഷഫലം കുറയ്ക്കാനുള്ള ചില പരിഹാര മാർഗങ്ങൾ ഞാൻ നിർദ്ദേശിക്കാം. അതിലൊന്ന് നാഗദേവത പ്രാർത്ഥന നടത്തുക എന്നുള്ളതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, പാലും പഴവും നിങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതും വളരെ നല്ലതാണ്. അടുത്തൊരു നക്ഷത്രം, നാളത്തെ ദിവസം കുറച്ച് ദോഷഫലം അനുഭവിക്കുന്ന ഒരു നക്ഷത്രം പൂരുരുട്ടാതി നക്ഷത്രമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ കിട്ടാൻ വൈകിയേക്കാം. പിന്നെ നിങ്ങൾ പല കാര്യങ്ങളിലും അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഒഴിവാക്കുക. അമിത ആത്മവിശ്വാസം കുറയ്ക്കുക. ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ സംസാരിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നാളത്തെ ദിവസം സംസാരിക്കുക. അല്ലെങ്കിൽ അത് ബന്ധങ്ങളെ മുഴുവൻ ഉലച്ചിൽ സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ചില പരിഹാര മാർഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിർദ്ദേശിക്കാം. ശനീശ്വര പ്രാർത്ഥന നടത്തുക എന്നതാണ് ഒന്ന്. പിന്നെ എള്ളെണ്ണ വിളക്ക് തെളിയിക്കുക. കാക്കകൾക്ക് നാളത്തെ ദിവസം ഭക്ഷണം നൽകുക എന്നതാണ് ഇത്. ഇനി പൊതുവായിട്ട് ജൂൺ 20-ാം തീയതി എല്ലാ നക്ഷത്രക്കാർക്കും ചെയ്യാവുന്ന ചില പൊതുപരിഹാരങ്ങളുണ്ട്. നിങ്ങളുടെ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ രാശി പ്രകാരം ഉണ്ടാകുന്ന ദോഷഫലങ്ങളൊക്കെ കുറയ്ക്കാൻ ഇത് ഉപകരിക്കും. ഒന്ന്, രാവിലെ കുളിച്ച് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക എന്നതാണ്. മറ്റൊന്ന്, ഓം നമഃശിവായ എന്ന് 108 പ്രാവശ്യം ജപിക്കുക. മറ്റൊന്ന്, ഹനുമാൻ സ്വാമിയുടെ ദർശനം നടത്തുക. സാധ്യമെങ്കിൽ നിങ്ങൾ അന്നദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങി ഒരു ദിവസം ആരംഭിക്കുക. ശനിദോഷ ശമനത്തിനായി കറുത്ത എള്ള് ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, ജൂൺ 20 ശനിയാഴ്ച ദിവസം ചോതി, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുകൂല്യം ലഭിക്കുന്ന ദിവസമാണ്. അതേസമയം ആയില്യം, പൊരുരുട്ടാതി, ചതയം, തൃക്കേട്ട, കാർത്തിക നക്ഷത്രക്കാർ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓർമ്മിക്കുക, ജ്യോതിഷ ഫലങ്ങൾ ജീവിതത്തിന് മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ്. ആത്മവിശ്വാസവും കഠിനാധ്വാനവും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയും നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നത് ഓർക്കുക.